പിന്നെ ചേട്ടാ, യെസ്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പാരന്റ്സ് മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അങ്ങനെ തന്നെയാണോ? പോയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല? അല്ല, ഇവിടെ പലപ്പോഴും നാട്ടിലെ പോലെ തന്നെ പലരും ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനും, പക്ഷേ പാരൻസ് മീറ്റിങ്ങിന് പോകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ പിള്ളേർക്കുടെ ഫ്യൂച്ചറിനകത്തും പിള്ളേർക്കുടെ കാര്യങ്ങളിൽ നമുക്കുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിനെ കാണിക്കുകയാണ്. ടീച്ചേഴ്സ് നോക്കുമ്പോഴാലും പാരൻസ് കൃത്യമായിട്ട് പാരൻസ് മീറ്റിങ്ങിന് വരുന്നുണ്ട്. ടീച്ചേഴ്സായിട്ട് അവർക്കുടെ ആകുലതകളും ആശങ്കകളും പങ്കുവയ്ക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് പറയാനുള്ളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമാണ് കുട്ടികളെക്കുറിച്ചുള്ള പഠിത്തത്തിൻ്റെ കാര്യം മാത്രമല്ല, പഠിത്തത്തിൻ്റെ കാര്യം ഒരു ആസ്പെക്ട് മാത്രം, അവർക്കുടെ ക്ലാസ്സിലുള്ള മറ്റുള്ള ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, കുട്ടി ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ടോ, അത് ഭയങ്കര സൈലൻ്റ് ആണോ, മറ്റുള്ള കാര്യത്തിന് എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു പിക്ചർ തരും. അതുപോലെ കുട്ടിയുടെ സ്റ്റഡീസിനെ സംബന്ധിച്ച് കുട്ടി പഠിക്കുന്ന ലെവൽ എങ്ങനെയാണ്, വർക്കിംഗ് അറ്റാണോ അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബിലോ ആണോ, അത് കൃത്യമായിട്ട് അതിനുശേഷം നമുക്ക് കുട്ടി ബിലോ ആണെങ്കിൽ അതിനെക്കുറിച്ചൊരു ആക്ഷൻ പ്ലാൻസ് ടീച്ചേഴ്സിന് ചോദിക്കാം. എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ടത്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നെക്സ്റ്റ് ലെവലോട്ട് പോകണം എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ചോദിക്കാം. അപ്പോൾ പാരൻസ് മീറ്റിങ്ങിന് പങ്കെടുത്ത് ടീച്ചേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ ഭാവി കരുപ്പിടിപ്പിക്കാനായിട്ട് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് എല്ലാവരും പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കണം. അതെ.